നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചെറിയൊരു നെക്ക് ഡിസൈനാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇൻസ്റ്റയിൽ ഇങ്ങനെ 1-2 പ്രാവശ്യം ഇങ്ങനെ ആ ഒരു നെക്ക് ഡിസൈൻ കണ്ടപ്പോൾ അപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് ജസ്റ്റ് ചെയ്ത് നോക്കണമെന്ന്. അപ്പോൾ ഞാനിതാ ഒരു എന്താ പറയുക നൈറ്റി ക്ലോത്ത് കൊണ്ട് ഒരു ടോപ്പ് തയ്ക്കാൻ വേണ്ടിയിട്ട് അധികം വിലയൊന്നും ഇല്ലാത്തൊരു ക്ലോത്താണ് കേട്ടോ. മീറ്ററിന് 70 രൂപ എന്തുള്ളൂ. അപ്പോൾ അത് ഞാനൊരു 3 മീറ്റർ വാങ്ങിയിട്ട് ജസ്റ്റ് ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ കരുതിയിട്ട് അപ്പോൾ അതിനൊന്ന് ഞാൻ കണ്ട ആ ഒരു നെക്ക് ഡിസൈൻ ചെയ്ത് നോക്കാം എന്നുള്ള ആദ്യമായിട്ട് ചെയ്ത് നോക്കാം എന്നുള്ളൊരു അപ്പോൾ അങ്ങനെ ഞാൻ ചെറുതായിട്ടൊന്ന് വീഡിയോ എടുത്തതാണ്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് കണ്ടപ്പോൾ ഒരു ഭംഗിയൊക്കെ തോന്നി. അപ്പോൾ ഞാനതൊന്ന് ജസ്റ്റ് ഇതിൽ ചെയ്ത് നോക്കിയപ്പോൾ നിങ്ങൾക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതിയിട്ട് അപ്പോൾ നമ്മളിതാ ഇന്നത്തെ വീഡിയോ ഏതാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഞാനത് നമ്മുടെ കട്ടിങ്ങോ കാര്യങ്ങളോ ഒന്നും കാണിക്കുന്നില്ല. കാരണം നമ്മൾ എൻ്റെ അളവിലാണ് ഞാൻ തയ്ക്കുന്നത്. എൻ്റെ അളവിലുള്ള ചുരിദാർ ടോപ്പൊക്കെ തയ്ക്കുന്ന വീഡിയോ ഞാൻ ഒരുപാട് ഇട്ടതുകൊണ്ട് തന്നെ ഞാനതങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. അപ്പോൾ ഞാൻ നൈറ്റിക്കൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നീളത്തിൽ വിരിച്ച് വെക്കുമല്ലോ, അതുപോലെ ഇങ്ങനെ വിരിച്ച് വെച്ചിട്ടാണ് ഞാനിത് നമ്മൾ എന്ത് പറയുക കട്ട് ചെയ്യുന്നത്. താഴെ നിന്ന് മുകളിലായിട്ട് അതിൻ്റെ ലെങ്ത്തും പിന്നെ മുകളിലുള്ള ബാക്കി ഭാഗത്തു നിന്ന് ഞാൻ സ്ലീവ്സും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഫ്രണ്ട് പീസും ബാക്ക് പീസൊക്കെ ഇതാ കട്ട് ചെയ്ത് സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്രണ്ട് പീസിലാണ് നമ്മുടെ ഡിസൈൻ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് വെച്ച് കൊടുത്തതെന്ന് കാണാം. അപ്പോൾ ആ ഫ്രണ്ട് പീസ് മാത്രമായിട്ട് ഞാനിതിൽ നിന്ന് മാറ്റി എടുത്തിട്ട് വീണ്ടും പഴയ പോലെ തന്നെ രണ്ടാക്കിയതാണ് ഇതുപോലെ ഒന്ന് മടക്കിയിടുന്നുണ്ട് കേട്ടോ. പിന്നെ അതിന് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് താഴേക്ക് ഒരു 15 ഇഞ്ച് ലെങ്ത്തിലാണ് ഞാൻ ഈ ഒരു നെക്ക് ഡിസൈൻ വെച്ച് കൊടുക്കുന്നത്. അവിടെ നിന്ന് 15 ഇഞ്ചാണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. കാരണം എൻ്റെ വേസ്റ്റ് ലെങ്ത്ത് എന്ന് പറയുന്നത് 16 ഇഞ്ചാണ്. അതിൽ നിന്ന് 1 ഇഞ്ച് കുറച്ചിട്ട് 15 ഇഞ്ച് ലെങ്ത്തിലാണ് ഞാൻ ഈ ഒരു ഡിസൈൻ വെച്ച് കൊടുക്കുന്നത്. അത് അവിടെ ഒന്ന് ജസ്റ്റ് 15 ഇഞ്ച് ലെങ്ത്തിൽ ഇവിടെ ഒന്ന് അടയാളപ്പെടുത്തുന്നുണ്ട്. പിന്നെ ഷോൾഡറിൻ്റെ ആ ഭാഗത്തായിട്ട് നമുക്ക് നെക്ക് വിടുത്ത് അടയാളപ്പെടുത്തണമല്ലോ. അപ്പോൾ ഇവിടെ നെക്ക് വിടുത്ത് എന്ന് പറയുന്നത് 3.5 ഇഞ്ചാണ് ഞാൻ എടുക്കുന്നത്. അത് ഇവിടെ ആദ്യം ഒന്ന് അടയാളപ്പെടുത്തുന്നുണ്ട്. പിന്നെ അവിടെ നിന്ന് ഏകദേശം 1.5 ഇഞ്ച് ഒന്നുകൂടി ഒന്ന് ഇങ്ങോട്ട് അടയാളപ്പെടുത്തുന്നുണ്ട് കേട്ടോ. മൊത്തത്തിൽ അപ്പോൾ എത്രയുണ്ടാവും 5 ഇഞ്ച് ഷോൾഡറിൻ്റെ അവിടെ വിടുത്ത് വരുന്നുണ്ട് കേട്ടോ. ആദ്യം 3.5 ഇഞ്ചും പിന്നെ 1.5 ഇഞ്ചും. അപ്പം എന്താ പറയുക അതവിടെ 5 ഇഞ്ചോളം വീതി വരുന്നുണ്ട്. മൊത്തത്തിൽ അത് ഒഴിവാക്കിയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ആ ഒരു 15 ഇഞ്ച് ലെങ്ത്തിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ലേ, അവിടേക്ക് ഇതുപോലെ ഇങ്ങനെ ഇങ്ങനെ ഈ ഒരു രീതിയിൽ നെക്കായിട്ട് ഞാനൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത്രയും ഭാഗം ഞാൻ വരച്ചു കൊടുത്ത ഭാഗം നമുക്ക് കട്ട് ചെയ്യാം. അതായത് ഷോൾഡറിൻ്റെ നമ്മുടെ കറക്റ്റ് നെക്ക് എടുത്ത് 3.5 ഇഞ്ചാണെങ്കിൽ ആ 3.5 ഇഞ്ചും 1.5 ഇഞ്ചാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അങ്ങനെ മൊത്തത്തിൽ 5 ഇഞ്ച് ആ ഒരു രീതിയിൽ ഇതുപോലെ നമ്മൾ നെക്കായിട്ട് ഞാനൊന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇനി ഇവിടെ ഈ ഭാഗത്ത് നമുക്ക് വൈറ്റ് ലേസാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. ക്ലോത്തിനനുസരിച്ച് ഓരോ ക്ലോത്തിൻ്റെ കളറിനനുസരിച്ച് നമുക്ക് ലേസിൻ്റെ കളർ മാറ്റാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിലാണ് ഞാൻ ലേസ് വെച്ച് കൊടുക്കുന്നത്. അതായത് ഇവിടെ വരെ സ്റ്റിച്ച് ചെയ്ത് പിന്നെ ഇവിടുന്ന് ചെറുതായിട്ടൊന്ന് മടക്കി കൊടുത്തിട്ട് ഇങ്ങോട്ടും ഈ ഒരു ഷേപ്പിൽ നമ്മൾ വൈറ്റ് ലേസ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം ക്രോസ് പീസാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഏകദേശം 1.5 ഇഞ്ച് വീതിയിൽ ക്രോസ് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിങ്ങനെ ഇതുപോലെ വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യണത് എങ്ങനെയെന്ന് ജസ്റ്റ് ഞാനൊന്ന് കാണിക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ ലേസ് ഞാൻ ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. ഇവിടെ നിന്ന് നമുക്കൊരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പിട്ടിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. ഷേപ്പിൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഇവിടെ എത്തുമ്പോൾ ഞാൻ ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇപ്പുറ സൈഡും കൂടി അതുപോലെ തന്നെ ഒന്ന് നമുക്ക് തയ്ച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഇതുപോലെയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. ഇനി ഈ ഒരു ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യാം, ക്രോസ് പീസ് വെച്ച് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്രോസ് പീസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് ചീത്ത ഭാഗത്തേക്ക് മറിച്ച് തയ്ക്കാം. അപ്പോൾ ക്രോസ് പീസ് ഞാൻ രണ്ടാക്കി ഇങ്ങനെ മടക്കുന്നുണ്ട്. ഇതുപോലെ മടക്കിയിട്ടാണ് നമ്മൾ ലേസ് വെച്ച് തയ്ച്ച ആ തയ്യൽ തുമ്പൂടെ തന്നെ ഒന്ന് തയ്ച്ചെടുക്കുക.
അതാ അതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മറിച്ച് തയ്ക്കണം, ചീത്ത ഭാഗത്തേക്ക് മറിച്ച് തയ്ക്കണം. അപ്പോൾ നമുക്ക് ഈ ഒരു വി ഭാഗത്തുള്ളത് ഈ ഒരു ഭാഗത്ത് നമുക്ക് ആ ഒരു സ്റ്റിച്ചിൻ്റെ അടുത്ത് വരെ കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. ആ ഒരു സ്റ്റിച്ച് എടുത്ത് വരെ കട്ട് ചെയ്താലേ നമുക്ക് ഇപ്പുറം ഭാഗത്തേക്ക് മറിച്ച് തയ്ക്കുമ്പോൾ അവിടെ ആ ഒരു വി ഷേപ്പ് ഭാഗത്ത് നമുക്ക് എന്ത് ചെയ്യാം, വൃത്തിയായിട്ട് ആ ഒരു നെക്ക് കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ആ ഭാഗം നമ്മൾ ആ സ്റ്റിച്ചിൻ്റെ അടുത്ത് വരെ നന്നായിട്ട് ആഴ്ത്തി തന്നെ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്ത് അതാ നമുക്ക് ഏകദേശം ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടും. ഇനി കറക്റ്റായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, നെക്കൊക്കെ വെച്ചെടുക്കണം. ഇതിപ്പോൾ നെക്കും ഒക്കെ ഏറെ ആയിരിക്കുമല്ലോ, ഷോൾഡറിൻ്റെ ഭാഗത്തും ലെങ്ത്തൊക്കെ ഏറെയാണല്ലോ. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ ഈ ചുരിദാറിൻ്റെ ടോപ്പിൻ്റെ അതേ സെയിം ക്ലോത്ത് ഇവിടെ ഉള്ളിൽ വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാനിതാ അതിൻ്റെ വലുപ്പത്തിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 15 ഇഞ്ച് ലെങ്ത്ത് ആണല്ലോ, അപ്പോൾ ഞാൻ ഏകദേശം ഒരു 16.5 ഇഞ്ച് ലെങ്ത്ത് ആ ഒരു ക്ലോത്തിന് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വിഡ്ത്ത് എന്ന് പറയുന്നത് നമുക്ക് ആ ഒരു നെക്കിൻ്റെ ആ ഭാഗത്തിന് എത്ര വേണം നോക്കിയിട്ട് വിഡ്ത്ത് എടുക്കാം. അതിനനുസരിച്ച് ഇതുപോലെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ട് ഉള്ളിൽ വെച്ച് ഇതുപോലെ നമുക്ക് ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഈ മോഡൽ കണ്ടപ്പോൾ എനിക്ക് ഇതുപോലെ ആയിരിക്കും സ്റ്റിച്ച് ചെയ്യുകയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് പിൻ ചെയ്ത് വെക്കാം. പിൻ ചെയ്തതിന് ശേഷം തയ്ച്ച് കൊടുത്തിട്ട് വേണം നമുക്ക് നെക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് അവിടെ വിടുത്ത് നമുക്ക് 10 ഇഞ്ച് കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം കേട്ടോ. അതുപോലെ വെച്ച് നോക്കിയിട്ട്, കാരണം നമ്മൾ രണ്ടാക്കി മടക്കിയിട്ട് ഒരു സൈഡിൽ 5 ഇഞ്ചോളം വിടുത്ത് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് രണ്ടാക്കി ഇങ്ങനെ നിവൃത്തി വെക്കുമ്പോൾ നമുക്ക് 10 ഇഞ്ച് വിടുത്ത് വേണം. അത് കറക്റ്റ് നോക്കിയിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ. പിന്നെ നമുക്ക് ആ നെക്കിൻ്റെ എന്താ പറയുക മോഡലാണ് ഞാൻ കാണിച്ചത്. ആ ഒരു വി ഷേപ്പിലാണ് നെക്ക് ചെയ്യുന്നത്. അത് നമ്മുടെ കറക്റ്റ് നെക്കിൻ്റെ ലെങ്ത്തും കറക്റ്റ് ലെങ്ത്ത്, അതായത് 7 ഇഞ്ചാണ് എൻ്റെ, 6.5 ഇഞ്ചാണ് നെക്കിൻ്റെ ലെങ്ത്ത്, ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത്ത് ഉള്ളത്. അപ്പോൾ അത് ഞാൻ 1/2 ഇഞ്ച് നമുക്ക് ആ തയ്യൽ തുമ്പ് പോകാൻ വേണ്ടി 1/2 ഇഞ്ച് കൂട്ടിയിട്ട് 7 ഇഞ്ച് ലെങ്ത്തും നമ്മുടെ ഷോൾഡറിൻ്റെ വിടുത്ത് എന്ന് പറയുന്നത്, അവിടെ നെക്ക് വിടുത്ത് എന്ന് പറയുന്നത് 3.5 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. ആ ഒരു അളവിൽ ഞാൻ നെക്ക് അവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അതവിടെ ഒരു തുണിയിൽ ഞാൻ അങ്ങനെ വരച്ചു കൊടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ, നെക്ക് തയ്ച്ചു കൊടുക്കാൻ. അപ്പോൾ ഇത് ആദ്യം സ്റ്റിച്ച് ചെയ്യാൻ ഞാൻ നല്ലോണം പിൻ ചെയ്ത് വെച്ചിട്ട് വലിച്ച് പിടിച്ച് ഉള്ളിലുള്ള ക്ലോത്ത് 2 സൈഡിലേക്ക് വലിച്ച് പിടിച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ ആ കറക്റ്റായിട്ട് കിട്ടിയില്ല കേട്ടോ. പിന്നെ ഷോൾഡറിൻ്റെ വിടുത്ത് നമ്മൾ നോക്കണം, 10 ഇഞ്ച് നമുക്ക് വരണം. ആ ഒരു രീതിയിൽ എന്താ പറയുക സ്റ്റിച്ച് ചെയ്തതാണ്. ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ആ ക്ലോത്ത് അവിടെ വെച്ച് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഷോൾഡറിൻ്റെ ഭാഗത്ത് ഞാനൊരു ചെറിയൊരു സെൻറ്റർ ഭാഗത്ത് ഒരു കട്ടിങ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നെക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള ആ ഒരു ക്ലോത്തിലും സെൻറ്റർ ഭാഗത്ത് കട്ടിങ് കൊടുത്തിട്ടുണ്ട്. അത് സെയിം അവിടെ വെച്ച് തയ്ച്ചിട്ട് നമ്മൾ സാധാ ചെയ്യണ പോലെ തന്നെ നമുക്ക് മറിച്ച് ചീത്ത ഭാഗത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് നെക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതാ ഞാൻ അതേ രീതിയിൽ ഒരു വി ഷേപ്പിൽ തന്നെയാണ് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഈ ഒരു വി ഷേപ്പ് ഒരു എന്താ പറയുക വിടുത്തുള്ളൊരു വി ഷേപ്പാണ്. നേരെയുള്ള വി ഷേപ്പ് ആയാലും കുത്തനുള്ള ആ ഒരു വി ഷേപ്പ് ആയാലും മതി കേട്ടോ. അപ്പോൾ അവിടെ ആ ഭാഗത്തും ഫ്രണ്ട് ഭാഗത്തും നമ്മളെ നെക്കിൻ്റെ ഭാഗത്തും വേണമെങ്കിൽ നമുക്ക് ലേസ് വെച്ച് കൊടുക്കാം. ഞാൻ അവിടെ ആ വീഡിയോയിലൊക്കെ അവിടെയും ലേസ് വെച്ചത് കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് എന്താ പറയുക അത് വെച്ചപ്പോൾ ഒരു ബോറായി തോന്നിയതുകൊണ്ട് ഞാൻ അതവിടെ വെച്ചില്ല. ഞാൻ 2 ബട്ടൺസ് ഇതുപോലെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തുന്നി കൊടുത്തു. ബാക്കിയൊക്കെ ബാക്കിനേക്കും കാര്യങ്ങളൊക്കെ സ്റ്റിച്ച് ചെയ്ത് സ്ലീവിൽ ഞാൻ പ്രത്യേകിച്ച് ഡിസൈനൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. കാരണം വീട്ടിൽ നിന്ന് ഇടാനുള്ള ഒരു ടോപ്പ് ആയതുകൊണ്ട് തന്നെ ഞാൻ നെക്കോ എനിക്ക് അതൊന്നും ചെയ്ത് നോക്കണമെന്ന് അത്ര ആഗ്രഹമുള്ളതുകൊണ്ട് ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ അത് നല്ല ഭംഗിയുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര പേഴ്സണലി ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്തെന്നുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു നെക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. കമൻ്റായിട്ട് പറയണം കേട്ടോ.